മക്കളെ, നിങ്ങൾ കുറെ നേരമായല്ലോ ആ പുരാണത്തിൽ ബുദ്ധിമുട്ടിരിക്കുന്നത്. എന്താ പറ്റിയത്? വൈഫൈ സ്ലോ ആണെന്ന് തോന്നുന്നു അമ്മച്ചി. എനിക്ക് നാളെ സ്കൂളിൽ ഒരു പ്രൊജക്ട് ചെയ്ത് തീർക്കാനുണ്ട്. ഇവരാണെങ്കിൽ ഒന്നിനും സമ്മതിക്കുന്നില്ല. നിങ്ങൾ ആദ്യം വഴക്കിടാതെ ഇരിക്കുക. അല്ലേലും ഈ ഇന്റർനെറ്റ് ഒക്കെ ഇങ്ങനെയാ, ഓർക്കപ്പുറത്ത് പണി കിട്ടും. ഞങ്ങളുടെ കാലത്ത് ഇത് വല്ലതും ഉണ്ടായിരുന്നോ? വൈഫൈയും ഫോണും ടാബും ഒന്നുമില്ല. എന്നാലും ഞങ്ങൾ എല്ലാവരോടും ഇടപെടാനും ഒത്തുചേരാനും ഒക്കെ സമയം കണ്ടെത്തിയിരുന്നു. ഈ അമ്മച്ചി എന്തൊക്കെയായി പറയുന്നത്? വൈഫൈ കൊണ്ടുപറ്റുന്നല്ലാതെ ആളുകൾ എങ്ങനെ ജീവിക്കാൻ പറ്റും? ഞങ്ങളുടെ കാലത്തൊക്കെ കുടുംബ പ്രാർത്ഥനയുടെ സമയത്ത് പിന്നെ ഒരുമിച്ച് എല്ലാവരും കൂടെ മട്ടത്തിലൊക്കെ ഇരുന്ന് നാട്ടുവിശേഷങ്ങളും തമാശകളും ഒക്കെ പറയുന്ന സമയത്തൊക്കെ ആയിരുന്നു ഏറ്റവും രസകരമായ നിമിഷം. എന്ത് രസമായിരുന്നോ അതൊക്കെ! നീ പറയുന്ന വൈഫൈയും ഇന്റർനെറ്റും ഒന്നുമില്ലായിരുന്നെങ്കിലും അതിനേക്കാൾ ശക്തമായ വൈഫൈ ഞങ്ങൾക്കുണ്ടായിരുന്നു. ഹൃദയത്തിന്റെ വൈഫൈ. അതാണ് മക്കളെ, നമുക്ക് ദൈവവും പിന്നെ നമ്മുടെ കുട്ടികളോടും ഉടയവരോടും ഒക്കെയുള്ള ആത്മബന്ധം. അതുണ്ടായാൽ എന്ത് പ്രശ്നം ആർക്ക് വന്നാലും ഞങ്ങളെല്ലാം മാറ്റി വെച്ച് പ്രാർത്ഥിക്കും. എത്ര ദൂരത്താണെങ്കിലും എവിടെയാണെങ്കിലും അതൊന്നും പ്രാർത്ഥനയ്ക്ക് തടസ്സമേ ആയിരുന്നില്ല. ദൈവം നമ്മുടെ കൂടെ ഉണ്ടാകും എന്ന വിശ്വാസം മാത്രമാണ് അപ്പോൾ ഉണ്ടാവുക. എന്നാലും ഇന്നത്തെ കാലത്ത് അതും ഈ തിരക്കുകളിൽ ഇതിനെല്ലാം നടക്കുമോ അമ്മച്ചി? ഈ ഓട്ടവും ബഹളവും ഒക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് നമ്മൾ ദൈവത്തെ അറിയാൻ ശ്രമിച്ചാൽ നമുക്ക് മനസ്സിന് സമാധാനവും കൂടുതൽ വ്യക്തതയും കിട്ടും. നിങ്ങൾ ഈ വൈഫൈയുടെ സ്പീഡ് കുറയുമ്പോൾ ഒന്ന് ഓഫ് ചെയ്തിട്ട് വീണ്ടും ഓൺ ആക്കില്ലേ? അതുപോലെ തന്നെയായിരുന്നു. ഇപ്പോൾ മനസ്സിലായി. ഇനി ടെൻഷനൊക്കെ വരുമ്പോൾ എല്ലാം മാറ്റി വെച്ചിട്ട് ദൈവമായി സംസാരിക്കാൻ ശ്രമിക്കണം അല്ലേ? അതെ. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഫോണിൽ നോക്കിയിരിക്കുന്നതിന് പകരം ആരോടെങ്കിലും രണ്ടു വാക്ക് സംസാരിച്ചു നോക്കി നിനക്ക് നല്ല മാറ്റം ഉണ്ടാവുന്നത് മനസ്സിലാവും. അമ്മച്ചി, ഞാൻ ഇനി ഇടയ്ക്കിടയ്ക്ക് പ്രാർത്ഥനയ്ക്ക് സമയം കണ്ടെത്തും. ഇപ്പോൾ ഞാൻ മനസ്സ് ശാന്തമാക്കാൻ സമയം കൊടുക്കാറുണ്ട്. എന്നാൽ പിന്നെ നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിച്ചാലോ? എന്നിട്ട് ഒരു ചായയും കുടിക്കാം. അപ്പോൾ മക്കൾക്ക് മനസ്സിൽ വരുന്നതൊക്കെ അമ്മച്ചിനെ പറയുകയും ചെയ്യാമല്ലോ. അത് കൊള്ളാം അമ്മച്ചി. നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പൊ മനസ്സിന് നല്ല സമാധാനം തോന്നുന്നു. പഴയ ജീവിതത്തിലേക്ക് മാറണമെന്നുണ്ട്. പുതിയ ജീവിതത്തിലേക്കും തെറ്റൊന്നുമില്ല. പക്ഷേ എപ്പോഴും ഒരു കാര്യം ഓർക്കണം, ദൈവവുമായും നമ്മളെ സ്നേഹിക്കുന്നതിനായും എപ്പോഴും നമുക്ക് ആഴമായ ആത്മബന്ധം ഉണ്ടാകണം. ഓർമ്മയുണ്ട് അമ്മച്ചി. ഇനി മുതൽ ഞങ്ങൾ കുറേ നേരം അമ്മച്ചിയുടെ കൂടെ ഉണ്ടാകും. തമാശയും കഥയും ഒക്കെ